അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളായ സത്യവിശ്വാസികളെ, നമ്മൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയുമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. ഏത് സാമ്പത്തിക പ്രശ്നങ്ങൾക്കും എത്ര കോടികൾ കടമുണ്ടെങ്കിലും ആ കടങ്ങളെല്ലാം വീടുവാനും സാമ്പത്തികമായ അഭിവൃദ്ധി ലഭിക്കുവാനും അള്ളാഹുവിന്റെ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ദിക്ർ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഉമാമ എന്ന സ്വഹാബിയോട് പറഞ്ഞയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് ഏത് സമയത്തും എപ്പോഴും നമ്മൾ പതിവാക്കുക ഈ പ്രാർത്ഥന. നിസ്കാരങ്ങൾക്ക് ശേഷം, അതുപോലെ തന്നെ നമാസ് ചെയ്യുന്ന സമയത്തൊക്കെ, പ്രത്യേകിച്ച് ഇരിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ തഹജ്ജുദിന്റെ സമയത്തൊക്കെ പ്രത്യേകമായി ഈ ദുആ ആവർത്തിച്ച് ദുആ ചെയ്യുക. അബൂ ഉമാമയോട് നബി തങ്ങൾ പറഞ്ഞു, ഈ ദുആ പറഞ്ഞു കൊടുത്തപ്പോ അബൂ ഉമാമ എന്ന സ്വഹാബി അവിടുന്ന് പറയാണ്, എന്റെ ഒരുപാട് കടങ്ങൾ എനിക്കുണ്ടായിരുന്നു. അത് എവിടെ നിന്നാണ് ആ കടം മാറിയത് എന്ന് വീടിയത് എന്ന് അറിയാത്ത രൂപത്തിൽ, പല രൂപത്തിൽ എനിക്ക് സന്തോഷത്തിന്റെ വാതിലുകൾ അല്ലാഹു തആല തുറന്നു തന്നു. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ഇന്നി أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. അതാണ് ആ ദുആ. നൂടെ ആവർത്തിച്ച് പറയാം. اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال. إن شاء الله ദുആ ചെയ്യുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.